19 തിരുത്ത് 2020 സ്ഥാനാർത്ഥി എന്ന് പറയണ്ട, ഇന്ത്യയുടെ വരുന്നൊഴി ചാണം ചവിട്ടിയതാ. കുറച്ച് ചാണകം എടുക്കട്ടെ. വേണ്ട. എന്തൊക്കെയാണ് തൃക്കാക്കരയ്ക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. തൃക്കാക്കരയിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ. ഇനി ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് താനോ തന്നെ തറവാട്ടിൽ ആരെങ്കിലും ഈ പടി ചവിട്ടി അരിഞ്ഞു കളഞ്ഞ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയം നാടിന് വേണ്ടി നല്ലത് ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാദികളുണ്ട്. തൃക്കാക്കരയിൽ എന്തിനാണ് അഖിൽമാരാർ? ഒരാൾ ഉമ്മാ തോമസ് പോരെ, അല്ലെങ്കിൽ വേറൊരാൾ പോരെ? അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ബോസിലൂടെ വന്നു, പിന്നീട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് മാറിയ ഒരു വ്യക്തിയാണ്. മയിലാണ് സന തോന്നിയായിരിക്കും. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടെന്നൊന്നും വലിയിട്ട് വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. ഇനി അത് എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു ഉണ്ണി മറന്നുപോയതാ. ഒരു ഫേസ് വാല്യൂ ആണ്, അതായത് ഒരു പോപ്പുലർ ഫേസസ് ആണ് ഞാൻ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്കരുത്. അതുകൊണ്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസോ ഇത്തരം ചിന്തകളൊന്നും രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്കിടയിൽ വർക്കാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പോയി കാര്യങ്ങൾ കംപ്ലീറ്റ് കഴിയുന്നു പോയി. നമ്മൾ പെട്ടളിയാ. ഞാൻ ഉദ്ദേശിച്ചത് ഇയാളൊന്നും ഉദ്ദേശിക്കണ്ട. മേലെ മുറ്റത്ത് കാലി കുത്തിപ്പോരുത്. ആകെയുള്ളൊരു ഗുണമെന്ന് പറയുന്നത് എൻ്റെ ഫേസ് ഒരാൾക്ക് തിരിച്ചറിയാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു ആരാധകരെ കണ്ട ഇന്ന ആളാണ് അഖിൽമാരാർ, ഇനി അയാൾക്ക് ഞാൻ എന്തിനു വോട്ട് കൊടുക്കണം എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ഇങ്ങനെ ഒരു സംഗതി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. ആ രണ്ടാമത്തെ ചിന്ത അവരിലേക്ക് എത്തിക്കണമെങ്കിൽ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ഇപ്പൊ എന്താ പറഞ്ഞ നീ കേട്ടതൊക്കെ സത്യമാണ്. 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നും. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. കൃത്യമായിട്ട് തന്നെ അറിയാം, ഞാൻ അതിൽ നിന്നും 1% പോലും മാറിയിട്ടില്ല. എൻ്റെ സ്വഭാവത്തിലൊരു മാറ്റവും ഇല്ല. മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പക്ഷെ ഞാനെന്ന് പറയുന്ന മനുഷ്യനെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ഒരാൾക്ക് എതിർക്കാൻ പറ്റത്തില്ല. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നു കളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് ബിഗ് ബോസ് കണ്ടിട്ടുള്ള ഒരാൾക്ക് പോകുന്നത്?